IFGT, Institute of Fashion and Garment Technology, affiliated by Government of Kerala Technical Education. ഒരു മാസക്കാലം ദേശീയ മാധ്യമങ്ങളും എല്ലാ മാധ്യമങ്ങളും ഒരേപോലെ വലിയ വാർത്തയാക്കി നൽകിയ ഒരു വിഷയമായിരുന്നു കർണാടകയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ. കർണാടകയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ മുന്നിൽ ആദ്യം വരുന്ന ചിത്രം എന്ന് പറയുന്നത് വിമത MLA-മാരുടെ മുഖമാണ്. അത് കഴിഞ്ഞാൽ DK ശിവകുമാരും അതുപോലെ തന്നെ സിദ്ധരാമയ്യയും അതുപോലെ കുമാരസ്വാമിയൊക്കെയാണ് വരുന്നതെങ്കിൽ പോലും ആദ്യം ഈ വിഷയം കടന്നു വരുമ്പോൾ വിമത MLA-മാരെ കുറിച്ച് തന്നെയാണ്. അവരെന്താണ് നിലവിൽ ചെയ്യുന്നുള്ളത്? അവരുടെ അവസ്ഥ എന്താണ്? BJP അവർക്ക് വേണ്ട രീതിയിലുള്ള പരിഗണന നൽകിയോ? എന്തൊക്കെ നേടി മറ്റുള്ളവരെ ചതിച്ചിട്ട്? കഴുത കച്ചവടത്തിലൂടെ ഇവർക്കുണ്ടായ ലാഭം എന്താണ്? ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരം നമ്മൾ തന്നെ നൽകേണ്ടതില്ല, മറിച്ച് വിമത MLA-മാർ തന്നെ തുറന്നു പറയുന്നുണ്ട്. വിമത MLA-മാർ പറയുന്നത് ഇങ്ങനെയാണ്: കർണാടകത്തിൽ ഞങ്ങൾ ഒരുപാട് പ്രതിസന്ധിയെ നേരിട്ടുകൊണ്ടാണ് BJP-യുടെ കൂടെ നിന്നത്. പ്രതിസന്ധി എന്ന് പറയുമ്പോൾ അധികാരത്തെയും പണത്തെയും ഇവർ ആഗ്രഹിച്ചു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. അവർ അതിനെ പ്രതിസന്ധി എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഒരുപാട് പ്രതിസന്ധിയെ തരണം ചെയ്തുകൊണ്ടാണ് പോലും BJP-യുടെ കൂടെ നിന്നത്. അതുകൊണ്ടാണ് യെഡിയൂരപ്പ സർക്കാർ അധികാരത്തിലേറിയത്. നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. എന്നാൽ ഇവർ ഇപ്പോൾ പറയുന്നത് ആദ്യം നമ്മുടെ ദേശീയ നേതാക്കന്മാരടക്കം ബന്ധപ്പെട്ടിരുന്നു. അതായത് BJP-യുടെ ദേശീയ നേതൃത്വ നിരയിലെ പ്രമുഖർ വിളിക്കുമായിരുന്നു, സുഖവിവരങ്ങൾ അന്വേഷിക്കുമായിരുന്നു, വേണ്ട രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തരുമായിരുന്നു എന്നൊക്കെയാണ് വിമത MLA-മാർ പറയുന്നത്. എന്നാൽ ഇപ്പോൾ യെഡിയൂരപ്പ സർക്കാർ കർണാടകത്തിൽ അധികാരത്തിലേറിയതിന് ശേഷം അങ്ങനെ ഒരു വിളിയോ ഒരു സുഖവിവര അന്വേഷണമോ ഒന്നുമില്ല. അത് മാത്രമല്ല, ഇവർക്ക് അങ്ങോട്ട് വിളിച്ചു കഴിഞ്ഞാൽ ഫോൺ കട്ട് ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയെന്നാണ് വിമത MLA-മാർ പറയുന്നുള്ളത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇവരെ കാണാൻ അങ്ങോട്ട് പോകുന്ന ഒരു സാഹചര്യം ഞങ്ങൾക്കുണ്ടായപ്പോൾ പോലും അവരെ കാണാൻ പറ്റാത്ത ഒരു വലിയ അവസ്ഥ നമ്മൾ നേരിട്ടു എന്നാണ് വിമത MLA-മാരൊക്കെ കൂടിച്ചേർന്നുകൊണ്ട് പറയുന്നത്. അപ്പോൾ എത്ര വലിയ പ്രതിസന്ധിയിലാണ് അവരിപ്പോഴുള്ളത്? കർണാടകയിലെ കോൺഗ്രസ് JDS-നെ പിന്നിൽ നിന്ന് കുത്തുകയായിരുന്നു. ആ പിന്നിൽ നിന്നുള്ള ചതിയെ നേരിടാൻ അവർക്ക് സാധിച്ചില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ അവരെ ചതിച്ചവരുടെ നിലവിലെ അവസ്ഥ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും കഴുത കച്ചവടത്തിന് ഇറങ്ങിയവരായതുകൊണ്ട് തന്നെ അവരുടെ ഈ അവസ്ഥയിൽ ആരായാലും ഒന്ന് ചിരിച്ചു പോകും. കർണാടകയിലെ യെഡിയൂരപ്പ സർക്കാരിൽ ഒരു മന്ത്രിയാകാനുള്ള നീക്കം തങ്ങളിൽ ചില ആളുകൾക്ക് ഉണ്ടാകുമെന്നുള്ള ഒരു വലിയ പ്രതീക്ഷ വിമത MLA-മാർക്കുണ്ടായിരുന്നു. എന്നാൽ അത് സ്പീക്കറുടെ അയോഗ്യ നടപടിയിൽ ഇതുവരെ സുപ്രീം കോടതി കൃത്യമായ ഇടപെടൽ നടത്താത്തത് കൊണ്ട് തന്നെ അവർക്ക് മന്ത്രിസഭയിലേക്ക് കടന്നു വരാൻ സാധിക്കുകയില്ല. അങ്ങനെ ഉള്ളത് കൊണ്ട് മറ്റുള്ള പദവികളിൽ തങ്ങളെ കയറ്റിക്കൂടെ എന്നുള്ള ഒരു ചോദ്യം വിമത MLA-മാർ കാലുപിടിച്ച് യെഡിയൂരപ്പയോട് ചോദിച്ചപ്പോൾ അതും സാധിക്കുകയില്ല എന്നുള്ള റിപ്പോർട്ടുകളാണ് കടന്നു വരുന്നത്. അതായത് പിന്നിൽ നിന്നും കുത്തിയവരെ ദൈവം മുന്നിൽ നിന്ന് ചതിച്ചു എന്ന് വേണം പറയാൻ. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.